അല്ലെങ്കിൽ തന്നെ ഈ കുടുംബം തകർത്തിട്ട് ശ്യാമയ്ക്ക് എന്ത് നേടാനാണ്? അത് പറ. ഇത് ശ്യാമയോടുള്ള ദ്രോഹം മാത്രമാണോ? അല്ലല്ലോ. താൻ അത്രമാത്രം സ്നേഹിക്കുന്ന, തന്നെ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്ന നമ്മുടെ അഖിയെ താൻ വല്ലാതെ വേദനിപ്പിക്കുകയല്ലേ? ഒരു മകന് വേണ്ടി മറ്റൊരു മകനെ ബലി കൊടുക്കുക, അതാ താനിപ്പോ ചെയ്യുന്നത്. വെറുതെ സ്നേഹം എന്ന് പറഞ്ഞാൽ പോരാ, അത് പ്രകടിപ്പിക്കാനുള്ളതാ. അപ്പൊ നമ്മുടെ പ്രവൃത്തിയും അങ്ങനെ തന്നെ ആവണം. ഇത്രയും കാലം ഞാൻ ക്ഷമിച്ചു, ഇനി അത് പറ്റില്ല. എന്തിന്റെ പേരിലായാലും വസു ഇപ്പൊ പരിധി കടന്നിരിക്കുക. ഇനി കടുത്ത ചില തീരുമാനങ്ങൾ എനിക്കും എടുക്കേണ്ടി വരും. ഓർത്തോ? ആനന്ദേട്ടാ, എനിക്കും ചിലത് പറയാനുണ്ട്. ആനന്ദേട്ടൻ പറഞ്ഞതെല്ലാം സത്യം, ഞാൻ സമ്മതിച്ചു. എന്നാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ആനന്ദേട്ടൻ അതിന് മറുപടി പറയൂ. എങ്കിൽ ആ നിമിഷം ഞാൻ ശ്യാമയെ പഴയതിനേക്കാൾ സ്നേഹിച്ചു തുടങ്ങാം. എന്റെ അരുണിന്ന് ഒറ്റയ്ക്കല്ല, ഐശ്വര്യ അവന്റെ ഭാര്യ. അരുണിന് അശ്വതിയുമായി ബന്ധമുണ്ടായിരുന്നെന്നും അതിലൊരു കുഞ്ഞുണ്ടെന്നും ഐശ്വര്യ അറിഞ്ഞ നമ്മൾ എന്താ ചെയ്യാ? അത് പറ. എന്നോടും നമ്മുടെ കുടുംബത്തോടും അത്രയ്ക്ക് സ്നേഹമുള്ളവൾ ഐശ്വര്യ. അപ്പോ ആ പാവം പെണ്ണിന്റെ അവസ്ഥ എന്താവും? ആനന്ദേട്ടൻ അത് ഓർത്തിട്ടുണ്ടോ? അതിനെന്താ ഒരു പരിഹാരം? ആനന്ദേട്ടൻ തന്നെ പറ. ശ്യാമയ്ക്ക് തുടക്കത്തിലെ തന്നെ ഐശ്വര്യ ഇഷ്ടമല്ല, അതെനിക്കറിയാം. ഇപ്പൊ കമ്പനിയിലും ശ്യാമയുടെ സ്ഥാനം അവൾക്കായപ്പോ ആ വാശി ഇരട്ടിയായി. എങ്ങനെയെങ്കിലും ഐശ്വര്യ തകർക്കണം, അതാ ശ്യാമയുടെ ഉള്ളിലിരിപ്പ്. അതിന് പറ്റിയ കരുവാ അശ്വതിയും കുഞ്ഞും. അത് വളരെ തന്ത്രപരമായിട്ട് ശ്യാമ ഉപയോഗിക്കുന്നു, അത്ര തന്നെ. ഇതെല്ലാം വസുന്റെ വെറും തോന്നലെന്നാ ഞാൻ പറഞ്ഞത്. അല്ല, ഇതാ സത്യം. ഇങ്ങനെ ആവശ്യമില്ലാത്ത ഓരോന്നും മനസ്സിൽ കെട്ടി വെച്ചിരിക്കുന്നവരോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് എനിക്കറിയാം. എങ്കിലും നമ്മുടെ കുടുംബത്തോർത്ത് ഞാൻ പറയാം, സംഭവിച്ചു പോയ തെറ്റുകൾ തിരുത്താൻ വസുവിന് കഴിയണം. പക്ഷേ അപ്പോഴും ഒരിക്കലും തിരുത്താൻ പറ്റാത്ത ഒരു തെറ്റ് വസു ചെയ്തിട്ടുണ്ട്. അശ്വതി, പിന്നെ അരുണിന്റെ അശ്വതിയുടെയും ആ കുഞ്ഞു മോള്, അതെന്നും വലിയൊരു നൊമ്പരമായി ഈ കുടുംബത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കും. ഓർത്തോ? അപ്പോഴും ഒരിക്കലും തിരുത്താൻ പറ്റാത്ത ഒരു തെറ്റ് വസു ചെയ്തിട്ടുണ്ട്. അശ്വതി, പിന്നെ അരുണിന്റെ അശ്വതിയുടെയും ആ കുഞ്ഞു മോള്. മോൾക്ക് എങ്ങനത്തെ ഡ്രസ്സാ വേണ്ടേ? നല്ല സ്റ്റൈലായിട്ടുള്ള ഫ്രോക്ക് വേണോ അതോ നല്ല സ്കേർട്ടും ടോപ്പും വേണോ? അമ്മയ്ക്ക് ഏതാ ഇഷ്ടം അത് മതി. അപ്പൊ ഓക്കെ, നല്ല അടിപൊളി ഡ്രസ്സ് മോക്ക് വാങ്ങിത്തരാം. അമ്മേ, എന്താ മോളെ? എന്റെ ഫ്രണ്ട്സില്ലേ, അനുപമയും സോഫിയയും, അവരെല്ലാം ഷോപ്പിങ്ങിന് കൊണ്ടുപോകുന്നത് അവരെ അമ്മയും അച്ഛനും കൂടിയാ. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ബീച്ചിലൊക്കെ പോയി ഐസ്ക്രീം ഒക്കെ കഴിച്ച് അവരെല്ലാവരും കൂടി എന്ത് രസാണെന്നോ. അനുപമയുടെ അച്ഛൻ അവളോടൊപ്പം കടൽ തിരയിൽ ഓടയും പാടയും തിരയിൽ മറിയൊക്കെ ചെയ്യും. അവൾ ഐസ്ക്രീം കഴിച്ചോണ്ടിരിക്കുമ്പോൾ അവളുടെ അച്ഛൻ പിന്നാലെ പതുങ്ങി വന്ന് അത് തട്ടിയെടുത്തോണ്ട് ഓടുമെന്ന്. അവളും കൂടെ ഓടും. പിന്നെ പിടിയും ബഹളവും എന്ത് രസാണെന്നോ. അമ്മയേക്കാൾ സ്നേഹം അച്ഛനാണെന്നാ സോഫിയയും പറയുന്നേ. ഇതൊക്കെ കേൾക്കുമ്പോ എനിക്കും വല്ലാതെ കൊതി തോന്നുക. നമ്മുടെ കൂടെ എന്റെ അച്ഛനുണ്ടായിരുന്നെങ്കിലെന്ന് എനിക്കും കൊതി തോന്നുക. എന്നാ നമ്മളും അതുപോലെ ബീച്ചിലേക്ക് പോയാനെ, അല്ലേ അമ്മേ? അപ്പൊ ഞാനും അമ്മയും എന്റെ അച്ഛനും കൂടി
കടൽ തിരയിലൊക്കെ ഓടിക്കളിച്ച് ഐസ്ക്രീമൊക്കെ കഴിച്ച് ഹായ് എന്ത് രസമായിരുന്നേനെ. പാവ എന്റെ മോള്, അവൾ അച്ഛനെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. മോള് വന്നേ, ഇപ്പൊ തന്നെ വൈകി. അമ്മേ, ഞാനൊരു കാര്യം ചോദിച്ചാ അമ്മ സത്യം പറയോ? അതെ. എന്താ മോളെ, ചോദിക്ക്. എന്റെ അച്ഛൻ എവിടെയാ അമ്മേ? എനിക്കൊന്ന് അച്ഛനെ കണ്ടാ മതി. പറ അമ്മേ, എന്റെ അച്ഛൻ എവിടെയാ? എന്റെ അച്ഛൻ എവിടെയാ? പറ പറ. ആ മോള് വാ, അമ്മ ഐസ്ക്രീം വാങ്ങിത്തരാം. വാ. ഞാൻ ചോദിച്ചതിന് അമ്മ എന്താ മറുപടി പറയാത്തെ? ആ അതും മോളെ, അല്ലെങ്കിൽ വേണ്ട, നീ ഇവിടെ നിൽക്ക്. ഇന്ന് നിന്നെ ഞാൻ വെറുതെ വിടില്ല. ദേ, മുന്നിന്ന് മാറന്നെ പറഞ്ഞ്. വിട്. ആ ഇന്ന് നിന്നെ ഞാൻ വെറുതെ വിടില്ലടി. നിക്കട്ടെ അവിടെ. ഇന്ന് നിന്നെ ഞാൻ വെറുതെ വിടില്ല. നിൽക്കാൻ. ഇന്ന് നീ രക്ഷപ്പെടില്ല. നിൽക്കാൻ.
ശ്ശേ. നിന്നെ ഞാൻ എടുത്തോളാടി. ശ്ശേ. രക്ഷപ്പെട്ടു. അയ്യോ, എന്റെ മോള്. അഖിൽ, അഖിൽ, അഖിൽ. അശ്വതി ചേച്ചി, നോക്കി എന്താ? എന്താ എന്താ പറ്റി അശ്വതി ചേച്ചി? അത് ശ്രീകുട്ടി അവിടെ ഒറ്റയ്ക്ക. വണ്ടി ഉണ്ടല്ലോ, എന്നെ ഒന്ന് അവിടെ ആക്കി തരൂ. ശ്രീകുട്ടിയോ? എവിടെ? ഞാൻ ശ്രീകുട്ടിയും കൂടെ ഷോപ്പിങ്ങിന് ഇറങ്ങിയതാ. അതിനിടയിൽ ആ ജയേഷ് വന്നു. മോളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ രക്ഷപ്പെട്ട് വന്നതാ. എന്നിട്ട് ആ ജയേഷ് എവിടെ? എന്നെ കാണാതെ മുന്നോട്ട് പോയിട്ടുണ്ട്. എന്റെ മോള് ആ ജംഗ്ഷനിൽ ഒറ്റയ്ക്ക. എന്നാ ചേച്ചി ഇവിടെ നിന്നോ, ഞാൻ പോയി ശ്രീകുട്ടിയെ കൂട്ടിയിട്ട് വരാം. അല്ലക്കിലെ ഞാനും കൂടി വന്നാലോ? മോളിപ്പോ എന്നെ കാണാതെ ആകെ പേടിച്ചിട്ടുണ്ടാവും. സാരമില്ല, ഞാൻ ചെന്ന് അവളെ കൂട്ടിക്കൊണ്ട് വന്നോളാം. അഖിൽ, എന്റെ മോള്. ടെൻഷൻ ആവണ്ട, ഞാൻ ശ്രീകുട്ടിയായിട്ട് ഇപ്പൊ എത്തും. ചേച്ചി കൊണ്ട് മാറിയുന്നു. ഈശ്വര, എന്റെ കുഞ്ഞ് അവിടെ ഒറ്റയ്ക്കാണല്ലോ ദൈവമേ. അമ്മ ഇത് എവിടെ പോയതാ? ഐസ്ക്രീം വാങ്ങാനാണെന്നും പറഞ്ഞ് പോയിട്ട് അങ്ങനെ അമ്മ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോവില്ല. പിന്നെന്തു പറ്റിയതാ? ഹായ് അരുണങ്കിൾ. അരുണങ്കിൾ, അരുണങ്കിളെ. അങ്കിളെ, ഞാൻ ശ്രീകുട്ടിയാ. അങ്കിളെ, നിനക്ക് ഞാനും വരുന്നുണ്ട്. അങ്കിളെ, നിനക്ക് ഞാനും വരുന്നുണ്ട്. അങ്കിളെ. ആ, അയ്യോ. അമ്മേ. മോളെ, ശ്രീകുട്ടി, അമ്മേ. ശ്രീകുട്ടി. അമ്മേ. അയ്യോ, മോളെ 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 എനിക്ക് മോളെ 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 അയ്യോ, മോളെ കണ്ണു തുറന്നു മോളെ ശ്രീകുട്ടി, മോളെ മോളെ, മോളെ. കണ്ണു തുറക്ക് മോളെ. മോളെ, മോളെ മോളെ ശ്രീകുട്ടി, മോളെ, മോളെ, ശ്രീകുട്ടി, കണ്ണു തുറക്ക് മോളെ. എന്താ എന്താ പറ്റിയേ? ആക്സിഡന്റാ, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. മോളെ, ശ്രീകുട്ടി. മോളെ, ഒന്നുമില്ല മോളെ. ശ്രീകുട്ടി, മോളെ, മോളെ, കണ്ണു തുറക്ക് മോളെ. ശ്രീകുട്ടി, മോളെ, ശ്രീകുട്ടി. വിവരം അറിയിക്കണമല്ലോ, പക്ഷെ എങ്ങനെ ഞാൻ അറിയിക്കും?
ആദ്യേട്ടൻ്റെ ഫോണിൽ നിന്നും ആളറിയാതെ ഞാൻ അശ്വതിയുടെ നമ്പർ സേവ് ചെയ്തിരുന്നല്ലോ, അതെൻ്റെ കയ്യിലുണ്ട്. ആ ശ്ശോ. ഇതാ അശ്വതിയുടെ നമ്പർ, വിളിച്ചേക്കാം. പരിചയമില്ലാത്ത നമ്പറാണല്ലോ. ആ, ഇതവനാ, ജയേഷ്. നമ്പർ മാറ്റി വിളിക്കുന്നതാ. ഞാൻ എവിടെ ഉണ്ടെന്നറിയാം. ഛേ, കട്ടാക്കി കളഞ്ഞല്ലോ. ഡോക്ടർ. ആ, പേടിക്കാനൊന്നുമില്ല. അപ്പോൾ ഭയന്ന് ബോധം പോയതാ. ഇപ്പൊ നോർമലായിട്ടുണ്ട്. ചെന്ന് കണ്ടോളൂ. താങ്ക് യു ഡോക്ടർ. ഒന്നുമില്ല മോളെ, വേദനിക്കില്ല കേട്ടോ. കരയണ്ട മോളെ, കഴിഞ്ഞു കേട്ടോ, കഴിഞ്ഞു. ശിക്കുട്ടി മോളെ, മോളെ, സാറില്ല 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 മോളെ. മോക്കിപ്പോ വേറെ വിഷമൊന്നും തോന്നുന്നില്ലോ അല്ലേ? ഇല്ല, കൈ നല്ല വേദനയുണ്ട്. അയ്യോ, സാറില്ല സാറില്ല സാരല്ല മോളെ, കരയല്ലേ, വേദനയൊക്കെ മാറും, കരയല്ലേ. പോട്ടെ പോട്ടെ, ഇപ്പൊ സാരമില്ല. അച്ഛനെ കണ്ടപ്പോ സങ്കടമെല്ലാം പോയോ? അച്ഛൻ വരുന്നത് വരെ ഇവിടെ എന്ത് ബഹളായിരുന്നെന്നോ. ഇപ്പൊ മോള് മെഡിക്കയായി. കുറച്ച് മെഡിസിൻ ഉണ്ട്, അതും വാങ്ങി ഇപ്പൊ തന്നെ വീട്ടിൽ പോവാം. താങ്ക് യു സിസ്റ്റർ. ശരി. ഷോ, മോളാകെ അങ്കിളിനെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. ഞാൻ അങ്കിളിനെ കണ്ടിട്ട് അങ്കിളുടെ അടുത്തേക്ക് വന്നതാ. ആ ബൈക്ക് വരുന്നത് കണ്ടില്ല. അല്ല, മോളെങ്ങനെ അവിടെ ഒറ്റയ്ക്ക് വന്നേ? അത് അമ്മയും ഉണ്ടായിരുന്നു. പെട്ടെന്ന് അമ്മയെ കണ്ടില്ല. അമ്മ കണ്ടില്ലേ? അമ്മ എവിടേക്കാ പോയതെന്ന് അറിയില്ല. അപ്പോഴാ അങ്കിളിനെ കണ്ടേ. മോളുടെ അമ്മ നല്ല ആളാണല്ലോ. ദേ, ഇപ്പൊ ഞാൻ വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നില്ല. അങ്കിൾ ഒന്നും കൂടെ വിളിക്ക്, ഞാൻ സംസാരിക്കാം. ഓഹ്, ജയേഷ്, അവൻ്റെ ഒരു നമ്പർ കട്ട് ചെയ്യത്തേ ഉള്ളൂ. മോളെ, അമ്മ ഫോൺ എടുക്കുന്നില്ല. എന്നാ നമുക്ക് വീട്ടിലേക്ക് പോവാം, അമ്മ അവിടെ കാണും. ആ, ഓക്കെ മോളെ, പോവാം. അങ്കിൾ എടുക്കാം, വാ. അങ്കിളെ. എന്താ മോളെ? ആ പോയ സിസ്റ്റർ അങ്കിളിനെ എന്റെ അച്ഛനാണെന്ന് പറഞ്ഞില്ലേ? എന്നിട്ട് അച്ഛനല്ലെന്ന് പറയാത്തെന്താ? എന്തോ അപ്പോ അങ്കിളിന് അങ്ങനെ പറയാൻ തോന്നിയില്ല. എന്താ മോളെ? ഇങ്ങനെ എന്നോട് സ്നേഹവും ഇഷ്ടമൊക്കെ ഉള്ള അച്ഛൻ എനിക്കുണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു അല്ലേ അങ്കിളെ? മോൾക്ക് എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണോ? പിന്നല്ലാതെ, അങ്കിളിനെ എനിക്ക് വലുതെന്ന് പറഞ്ഞാൽ ദേ ഇത്രയും വലിയ ഇഷ്ടാ. നമുക്ക് വീട്ടിൽ പോവാം. മോളെ, അങ്കിൾ എടുക്കാം. വേദന ഒക്കെ പെട്ടെന്ന് പോവാറും കേട്ടോ. അഖിലേ, അഖിലേ, മോളെവിടെ? ഞാൻ അവിടെ എല്ലാം നോക്കി. ഏയ്, പേടിക്കണ്ട, ശ്രീകുട്ടിക്ക് വഴി അറിയാലോ, വീട്ടിൽ പോയിട്ടുണ്ടോ?